നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്രത്തിൽ തർക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പാടത്തള്ളി PTA പ്രസിഡന്റ് ജോഷി. ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന സ്കൂളിന്റെ നയത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നും നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നുമാണ് ഈ വിഷയത്തിൽ PTA പ്രസിഡന്റിന്റെ പ്രതികരണം. വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തത് ഗുരുതര വീഴ്ചയാണ് എന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് ഈ നടപടിയെന്നുമായിരുന്നു ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിലൂടെ പറഞ്ഞിരുന്നത്. മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനം നടത്താൻ കുട്ടിയെ അനുവദിക്കണം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം എന്നതായിരുന്നു ഈ വിഷയത്തിൽ മന്ത്രിയുടെ വ്യക്തമാക്കൽ. ഇത് സംബന്ധിച്ച് സ്കൂൾ മാനേജറും പ്രിൻസിപ്പലും ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകാനടക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് PTA പ്രസിഡന്റ് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്നത്. എന്തായാലും PTA പ്രസിഡന്റിന്റെ ഈ ഒരു പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. കുട്ടികളുടെ അവകാശ ലംഘനത്തെക്കാൾ ഉപരി സ്ഥാപനത്തിന് ഒരവകാശമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്. 2018 ഇത് സംബന്ധിച്ച് ഹൈക്കോടതി വിധിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കുട്ടിക്ക് സ്കൂളിന്റെ നിയമത്തിനനുസരിച്ച് പഠനം തുടരാം. മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നും PTA പ്രസിഡന്റ് പ്രതികരിക്കുന്നു. പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അടച്ചിട്ടിരുന്ന സ്കൂള് കഴിഞ്ഞ ദിവസമാണ് തുറന്നത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി സ്കൂൾ അധികൃതർ കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണത്തിനുള്ള അനുമതിയും വാങ്ങിയിരുന്നു. എന്നാൽ ഒരു വശത്ത് ഇത്തരത്തിൽ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വിദ്യാഭ്യാസ മന്ത്രിയെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ജനങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു വിഷയം, ഒരു അഭിപ്രായം എന്ന് പറയുന്നതാണ് ഏറെ ഗുരുതരം. അതായത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. അതായത് വിദ്യാഭ്യാസവും നമ്മുടെ മതാചാര വിശ്വാസങ്ങളും ഒക്കെ കൂട്ടിക്കലർത്തുന്ന ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം. ഒന്ന്, ആളിക്കത്തിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ വലിയൊരു ആക്രമണം തന്നെ അല്ലെങ്കിൽ വലിയൊരു വിഭാഗീയത തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിലാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് ഇത്തരം ഒരു വീണ്ടും വഷളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഒരു വശത്ത് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിൽ അഭിപ്രായങ്ങൾ ഉയരുന്നു. ഏറെ സങ്കീർണതയായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ മന്ത്രി നടത്തിയ ഇടപെടുന്ന രീതിയാണ് അതിൽ പ്രധാനപ്പെട്ട തെറ്റായിട്ട് പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെയാണ് കുറിപ്പ് പങ്കുവെച്ച് ആദ്യം ഇടപെടൽ നടത്തുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇത്തരത്തിലായിരുന്നു. അതായത് എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണം നടത്തുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികമായിട്ടുള്ള മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2025 ഒക്ടോബർ 15 രാവിലെ 11 മണിക്ക് മുൻപായി സർക്കാർ സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഓരോ വിദ്യാർത്ഥിനിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അനുവദിക്കില്ല. സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരുന്ന കുറിപ്പ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വാക്കുകളേക്കാൾ ഉപരി ഇതിന് പിറകിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ്. നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ ഇലക്ഷൻ സമയത്തും അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നത്. പലപ്പോഴും കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വലിയ വിവാദ വിഷയമായിരുന്നത് ഇത്തരത്തിൽ മതത്തെ ചൊല്ലിയുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഈ വർഗീയത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് പിടിച്ചെടുക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് പ്രത്യേകിച്ച് സഖാക്കന്മാരൊക്കെ എത്തുന്നു എന്നതിന്റെ നേർചിത്രമാണ് ഈ ഒരു വിഷയം. വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിലേക്ക് ഇത്തരത്തിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും വരാറുണ്ടായിരുന്നു എങ്കിൽ പോലും
ഇങ്ങനെ മത സ്വാധീനമുള്ള വിഷയത്തിലൊന്നും അല്ലെങ്കിൽ മതസ്വാധീനമില്ലാത്ത വിഷയത്തിലൊന്നും ഫേസ്ബുക്കിലൂടെ ജനങ്ങളെ എല്ലാം അറിയിച്ചുകൊണ്ടുള്ള ഒരു നടപടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകാറില്ല. പക്ഷേ ഇത് നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നതോടെ സമൂഹ മാധ്യമങ്ങളിലുള്ള ഒരു മതവിഭാഗത്തെ ഫലം കൂടെ കൂട്ടണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. എന്തായാലും ഈ വിദ്യാർത്ഥിയുടെയും അവസ്ഥ അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ ഒരു സാഹചര്യം തന്നെയാണ്. കാരണം അവരുടെ വിശ്വാസപ്രകാരമുള്ള ഹിജാബ് ശിരോവസ്ത്രം അത് മാറ്റണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നിയമത്തിന്റെ ഭാഗമായിട്ട് സ്കൂൾ അധികൃതർ പറയുന്നത് ഇവിടെ എല്ലാവർക്കുമുള്ള നിയമമാണ്, ആ നിയമം അറിഞ്ഞ് തന്നെ ആയിരിക്കണമല്ലോ അവരവിടെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നിരുന്ന കുട്ടി പെട്ടെന്ന് ആ നിയമം തെറ്റിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയതാണ് ഇവിടെ പ്രശ്നമായത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്കൂൾ അധികൃതർ രംഗത്തെത്തുന്ന സമയത്താണ് അത് അവരുടെ മൗലിക അവകാശമാണ്, അതുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കാൻ പാടില്ല എന്ന തരത്തിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഒരു ഇടപെടൽ നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു വിഭാഗീയത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ ആ സ്ഥാപനത്തിനും ആ കുട്ടിക്കും വേണ്ടി എന്നതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടിലെ തന്നെ രണ്ട് അല്ലെങ്കിൽ വ്യത്യസ്ത മതവിഭാഗത്തിലെ ആളുകൾ തമ്മിലുള്ള ഒരു ഭിന്നതയ്ക്ക് ഈ ഒരു ഇടപെടൽ വഴിയൊരുക്കിയേക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്ന് വരുന്നത്. എന്തായാലും വളരെ നിസ്സാരമായിട്ട് സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ആ സ്കൂളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ പാരന്റ്സും ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം വലിയ രീതിയിൽ ആളിക്കത്തുകയാണ്. അല്ലെങ്കിൽ ചില സഖാക്കന്മാരൊക്കെ ഈ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട പൊതുജനാഭിപ്രായം.